ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 5th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ ഫസ്റ്റ് ലെസൺ ആണ്. സസ്യലോകത്തെ അടുത്തറിയാം. ഇതിൽ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ലെസൺ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മറ്റൊരു ലെസൺ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് 9ാം ക്ലാസ്സിലെ ന്യൂ SCERT 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ലെസൺ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന ലെസൺ. അപ്പോൾ ആദ്യം ഈ 5th സ്റ്റാൻഡേർഡിലെ ലെസണിൽ നമുക്ക് എന്താ കാര്യങ്ങൾ പഠിക്കണോ അത് ഫുള്ളായിട്ട് പഠിക്കാം. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ആദ്യ ഭാഗത്തൊന്നും നമുക്ക് വേണ്ടുന്ന പോയിന്റ്സ് ഒന്നുമില്ല. പിന്നീട് ഇവിടെ വരുന്നത് ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം എന്താണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന്. ഇത് വലിയ ആക്യുറേറ്റ് ആയിട്ടുള്ള വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. 5th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 9th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പം നല്ലൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ട്. ഇത് ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു പോവാം. പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായവും സൂര്യപ്രകാശവും വേണം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അതോടൊപ്പം എന്തുകൂടി ഉണ്ടാവുന്നുണ്ട്? ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പോയിന്റ്സ് ഉള്ള ഒരു ഏരിയ ആണിത് അല്ലെ. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുമാണ്. അപ്പൊ ഏറ്റവും ആദ്യം പ്രകാശ സംശ്ലേഷണം എന്താണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് അറിയപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഒരു വർണ്ണകം ഏതാന്ന് പറഞ്ഞു. ഏതാണ്? ഹരിതകമാണ്. ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഈ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറുന്നു. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഇലകളിൽ വെച്ചിട്ടാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാന്നാ പറഞ്ഞത്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ പുറത്തുവിടുന്നതോ? ഓക്സിജൻ അല്ലെ. നോക്കി ഇവിടെ പറയുന്നുണ്ട്, ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറ്റപ്പെടുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ എന്ത് പറയും? സ്വപോഷികൾ എന്ന് പറയും. ഇനി രാത്രി സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഏത് വാതകമാണ്? ഓക്സിജൻ ആണ്. രാത്രി സമയത്ത് സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്നതും എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. രാത്രി സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നത് ഓക്സിജൻ ആണ്. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നതും ഓക്സിജൻ ആണ്. രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ശ്വസന സമയത്ത് പുറത്തേക്ക് വിടുന്നതും കാർബൺ ഡയോക്സൈഡ് ആണ്. മനസ്സിലായല്ലോ? അതായത് സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണമെന്ന് പറഞ്ഞു. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എപ്പോഴാണ്? പകൽ സമയത്ത് മാത്രമാണ് നടക്കുന്നത്. ശ്വസനം എപ്പോഴാണ് നടക്കുന്നത്? രാത്രിയിലും പകലും നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് കാർബൺ ഡയോക്സൈഡും ജലവും സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. ഈ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ സ്റ്റൊമാറ്റയെ കുറിച്ച്, ആസ്യരന്ധ്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആസ്യരന്ധ്രം? സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളെയാണ് എന്ത് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റൊമാറ്റ? സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് ആസ്യരന്ധ്രത്തിലൂടെയാണ്. സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന ചെറു സുഷിരങ്ങളെയാണ് ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ആസ്യരന്ധ്രം എന്താ നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. ഇനി ഈ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന തരത്തിലാണോ സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ? പല ചെടികളിലും പല രീതിയിലായിരിക്കും ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നോക്കേണ്ടത് സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? ഹരിതകം. ഈ ഹരിതകമാണ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിന്റെ സമയത്ത് നമുക്ക് ചെടികൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന വർണ്ണകം അല്ലേ? അപ്പൊ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നതിനെയാണ് വർണ്ണകം എന്ന് പറയുന്നത്. അപ്പൊ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് എന്ത്? ഹരിതകം. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്ന വർണ്ണകമാണ് ഹരിതകം. ഓക്കെ, ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം ഏറ്റവും കൂടുതലുള്ളത് ഇലകളിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഇല എടുത്താലേ ആ ഇലയുടെ മുകൾ ഭാഗത്ത് നല്ല പച്ച കളറും അടിഭാഗത്ത് പച്ചപ്പ് കുറവുമായിരിക്കും അല്ലേ? അപ്പൊ ഓർക്കുക, ഇത് ഈ ഇലകളുടെ ഈ ഒരു നല്ല പച്ചപ്പ് കാണുന്ന സ്ഥലങ്ങളിൽ അവിടെ ഹരിതകം കൂടുതലാണ് എന്നുള്ള പോയിന്റ് ഓർക്കുക. ഇനി ഇതേ ചുവന്ന ചീരയിൽ ഹരിതകം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹരിതകം ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടായിരിക്കും. എന്നാലും സസ്യങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട് ഹരിതകമല്ലാത്ത വർണ്ണങ്ങളും സസ്യങ്ങളിലുണ്ട്. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും കരോട്ടിൻ ഉള്ളവ ഓറഞ്ച് നിറത്തിലും മഞ്ഞ കലർന്ന നിറത്തിലും. ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമാണ് കരോട്ടിനുള്ളത്. അതുപോലെ ആന്തോസയാനിൻ ആണെങ്കിൽ ഇലകൾക്ക് ചുവപ്പ് പർപ്പിൾ നിറവും നൽകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. വർണ്ണകങ്ങൾ തന്നെ പല വർണ്ണത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? പച്ച പറഞ്ഞു, പർപ്പിൾ പറഞ്ഞു, ചുവപ്പ് പറഞ്ഞു, ഓറഞ്ച് പറഞ്ഞു, മഞ്ഞ പറഞ്ഞു അല്ലെ? അപ്പോൾ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് എന്ന് പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഇനി പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. കണ്ടോ, ചെടികൾ എന്ത് ചെയ്യുന്നു? ചെടികൾ ശ്വസന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ശ്വസന സമയത്ത് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. പിന്നീട് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ സ്വീകരിക്കുന്നു. എന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. കണ്ടോ, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഓക്സിജൻ ജന്തുക്കളും മനുഷ്യരും മറ്റ് മൃഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. ഓക്സിജൻ ശ്വസന സമയത്ത് ചെടികളും യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇനി താമസിക്കാൻ ഒരു ഇടം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് വന്നിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എപ്പിഫൈറ്റുകളെ കുറിച്ചാണ്. എപ്പിഫൈറ്റുകൾ. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റുകൾ? എന്താണ്? വാസസ്ഥലത്തിന് മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. വാസസ്ഥലത്തിന് മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ. വസിക്കാൻ വേണ്ടി മാത്രമാണ് എപ്പിഫൈറ്റുകൾ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അതിന് ഉദാഹരണമാണ് മരവാഴ, ഓർക്കിഡ് എന്നീ പറയുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മരവാഴയും ഓർക്കിഡും ഒക്കെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എപ്പിഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് മറ്റുള്ള ചെടികളെ ആശ്രയിക്കുന്നത്. അപ്പൊ അവർ മറ്റുള്ള ചെടികളെ അങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. ഇനി പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പാരസൈറ്റിക് പ്ലാന്റ്സ്, അതായത് പരാത സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. ഇവര് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും? അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത് റെഫ്ലേഷ്യ, മൂടില്ലാത്ത ആളി. ഇതൊക്കെ എന്താണ്? പരാത സസ്യങ്ങളാണ് കേട്ടോ. മൂടില്ലാത്ത ആളി, റെഫ്ലേഷ്യ ഒക്കെ എന്താണ്? പരാത സസ്യങ്ങളാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാതെ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു. അത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യയും എന്താണ്? ഒരു പാരസൈറ്റിക് വിഭാഗത്തിൽ പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇത് കണ്ടോ, മൂടില്ലാത്ത ആളി. അതിനെന്താണ്? ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഇനി മൂടില്ല എന്ന് ഓർത്താൽ മതി. ചെടിയിൽ പടർന്നു കയറുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറത്തിലുള്ള ഈ വള്ളിയാണ് മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇവ ഏത് സസ്യത്തിലാണോ വസിക്കുന്നത് അവയിൽ നിന്ന്
എന്ത് ചെയ്യും? ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കും അല്ലെ, പൂർണ്ണമായിട്ടും വലിച്ചെടുക്കും. അതാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത്തൽ കണ്ണി എന്ന് പറയുന്ന ഒരു ചെടിയെ കുറിച്ച് കണ്ടല്ലോ, ഇത്തൽ കണ്ണി. ഈ ഇത്തൽ കണ്ണി എങ്ങനെയാണ്? ഇത്തൽ കണ്ണി എന്ന് പറയുമ്പോൾ അത് അർദ്ധപരാത സസ്യമാണ്. എന്ന് വെച്ചാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് അവർ സ്വന്തമായിട്ട് അങ്ങ് ആഹാരം ഉണ്ടാക്കിക്കോളും. അവർക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ മതി, അവരെന്ത് ചെയ്തോളും? ആഹാരം അങ്ങ് നിർമ്മിച്ചോളും. അപ്പോൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടു കൂടി സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്തൽ കണ്ണി ഒരു അർദ്ധപരാത സസ്യമാണ്. അപ്പോൾ പരാത സസ്യവും അർദ്ധപരാത സസ്യവും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. പരാത സസ്യം എന്ന് പറയുമ്പോൾ സ്വന്തം ആയിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. അവരെന്ത് ചെയ്യും? അവർ വസിക്കുന്ന സ്ഥലത്ത് ഏത് പ്ലാന്റിലാണോ അവർ വസിക്കുന്നത് അവരിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലെ, ആഹാരം വലിച്ചെടുക്കും. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇവർ വസിക്കുന്ന സസ്യം ഏതാണ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകും, പരാത സസ്യങ്ങൾ വസിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിളാണ് റെഫ്ലേഷ്യ ഒക്കെ പറഞ്ഞത്. ഇനി അർദ്ധപരാത സസ്യം എന്ന് പറയുമ്പോൾ ഇത്തൽക്കണ്ണി പോലെയുള്ള ചെടികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആതിഥേയരായിട്ടുള്ള സസ്യങ്ങളിൽ നിന്ന് അവർ ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കും, എന്നിട്ട് ഇലകളുടെ സഹായത്തോട് കൂടിയിട്ട് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. അതാണ് അർദ്ധപരാത സസ്യങ്ങൾ. ഇത്തൽക്കണ്ണി ഒരു അർദ്ധപരാത സസ്യമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് അർദ്ധപരാത സസ്യം എന്ന് പറയുന്നത്. ഇനി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണപരാതമാണ്. മൂടില്ലാത്ത ആളി ഒരു എക്സാമ്പിൾ ആണ്. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവ തന്നെയാണ്. ഓക്കെ, അപ്പൊ അർദ്ധപരാതമാണോ പൂർണ്ണപരാതമാണോ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് പൂർണ്ണപരാതം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് നോക്കാം. ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 2 ഇമേജ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? നിയോട്ടിയ, മോണോട്രോപ്പ. നിയോട്ടിയയും മോണോട്രോപ്പയും തന്നിട്ടുണ്ട്. എന്താണ് സംഭവം? ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെയാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെയാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പല്, കൂണ്. ഇതൊക്കെ എന്താണ്? ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നിയോട്ടിയ, മോണോട്രോപ്പ, അതുപോലെ തന്നെ പൂപ്പല്, റൊട്ടിയിലേക്ക് പൂപ്പല്, കൂണുകൾ, ഇതൊക്കെ എന്താണ്? ശവോപജീവികളാണ്. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആയല്ലോ. ഇനി അടുത്തത് അതേപോലെ മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ട്. കൂണുകൾ എന്ന് പറയുന്നത് പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. കിങ്ഡം ഫഞ്ചയിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. കിങ്ഡം ഫഞ്ചയാണ് പൂപ്പലുകൾ ഉൾപ്പെടുന്നത് കിങ്ഡം ഫഞ്ചയിലാണ്. ഇവ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല എന്ന് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആരോഹികളെ കുറിച്ചാണ്. ആരോഹികൾ നോക്കി, വിവിധ തരം പച്ചക്കറികൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നിലത്തോടി പടരുന്നവയുണ്ട് അല്ലെ, മറ്റൊന്നിനെ ആശ്രയിച്ച് അതിന്റെ മുകളിലൂടെ പടരുന്നവയുണ്ട്. കണ്ടോ, പ്രധാനങ്ങൾ കണ്ടോ? ഈ മത്തൻ, കുമ്പളം, അതുപോലെ പാവൽ, അതിലൊക്കെ ഇതുപോലെ സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരെയാണ് ടെൻട്രിക്കിൾ എന്ന് പറയുന്നത്. പ്രധാനങ്ങൾ എന്നാണ് ഇതിന്റെ മലയാളം വാക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ആരോഹികളെ കുറിച്ച് നോക്കാം. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവയിൽ കാണുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ. പ്രധാനം എന്നാണ് പറയുന്നത് കേട്ടോ. പ്രധാനം തായാണ് ടെൻട്രിക്കിളുകൾ. അപ്പൊ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവയിൽ കാണുന്ന സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. നമ്മുടെ കുരുമുളക്, വെറ്റില, പാവല്, പടവലം എന്നിവയെല്ലാം ആരോഹികളാണ്. അതിൽ ഈ കുരുമുളകിനും വെറ്റിലയ്ക്കും ഒക്കെ എന്തുണ്ട്? പറ്റുവേരുകളുണ്ട്. ഓക്കെ, ഈ പറ്റുവേരുകളാണ് ഉപയോഗിച്ചിട്ടാണ് മറ്റു ചെടികളിലേക്ക് ഇവ പടർന്നു കയറുന്നത്. നമ്മുടെ മണി പ്ലാന്റ് നോക്കിയാൽ അറിയാം, മണി പ്ലാന്റിലൊക്കെ എന്തുണ്ട്? പറ്റുവേരുകൾ ഉണ്ട്. ഇനി ഇതാ മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടങ്ങല്, അതൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് നോക്കാം നമുക്ക്. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറി ഇവയൊക്കെ എന്താണ്? ക്രീപ്പേഴ്സ് ആണ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നും ഉണ്ടാവില്ല. പ്രധാനങ്ങളും പറ്റുവേരുകളോ ഒക്കെ കാണുന്നത് ഏത് ടൈപ്പ് ചെടികളിലാണ്?
ആരോഹികൾ ക്ലൈംബേഴ്സിലാണ്, പറ്റിപ്പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് പറ്റുവേരുകൾ. ആരോഹികളിലാണ് എന്തുണ്ടാവുന്നത്, പറ്റുവേരുകൾ ഉണ്ടാവുന്നത്, അല്ലെ പ്രധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ക്ലൈംബേഴ്സ് ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ ഇഴവള്ളികൾ എന്ന് പറയുമ്പോൾ അതിലെന്തില്ല, പറ്റുവേരുകളൊന്നും ഇല്ല. അവര് നിലത്ത് തന്നെയാണ് വളരുന്നത്. നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറി എന്നിവയൊക്കെ ഇഴവള്ളികളാണ്. ഇവയിൽ എന്തില്ല, പ്രധാനങ്ങളും പറ്റുവേരുകളും ഒന്നും ഇല്ല. അതിന്റെ ആവശ്യമില്ല, അവർ നിലത്തല്ലേ വളരുന്നത്. ഇനി അടുത്തത് വേരിലെ വൈവിധ്യം എന്തൊക്കെയാണ്? താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, കണ്ടൽ ചെടികൾ, അതൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ താങ്ങുവേര് എന്താണ്, പൊയ്ക്കാൽ വേര് എന്താന്ന് നോക്കാം. താങ്ങുവേര് എന്ന് പറയുമ്പോൾ പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര് സ്റ്റിൽറ്റ് റൂട്ടാണ്. നോക്കാം. അപ്പോൾ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇമേജിൽ നോക്കാം, കണ്ടോ, പേരാലിൽ കാണുന്നത് താങ്ങുവേരാണ്. മണ്ണിന് മുകളിൽ കാണുന്ന വേരുകളെയാണ് താങ്ങുവേരുകൾ. മണ്ണിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും കാണുന്നത്. അപ്പൊ പേരാലിൽ കാണുന്നത് താങ്ങുവേരാണ്. എന്താണ്, മുകളിലെ ശിഖരത്തിൽ നിന്ന് താഴേക്ക് വളരുന്ന, ഇവിടെ ഇമേജ് ഉണ്ടായിരുന്നല്ലോ, ഓക്കെ, മുകളിലത്തെ ശാഖയിൽ നിന്ന് അല്ലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. താങ്ങുവേരുകൾക്ക് ഉദാഹരണമാണ് പേരാലിൽ എന്താണ്, താങ്ങുവേരാണ് ഉണ്ടാകുന്നത്. ഇനി പൊയ്ക്കാൽ വേര് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊയ്ക്കാൽ വേര് എന്ന് പറഞ്ഞാൽ ഇത് ആറ്റുകൈതയിൽ കാണുന്നത് പൊയ്ക്കാൽ വേരാണ്. അതായത് ഇതിന്റെ തണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് വേരുകൾ വരുന്നത്. ഇതിനെയാണ് പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. പൊയ്ക്കാൽ വേരുകൾ കണ്ടോ, ആറ്റുകൈതയ്ക്ക് എന്താണ്, പൊയ്ക്കാൽ വേരാണുള്ളത്. എന്നാൽ പേരാലിന് എങ്ങനെയാണ്, കണ്ടോ, ഈ ശിഖരത്തിൽ നിന്നാണ് താഴേക്ക് റൂട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പൊ മുകളിലത്തെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെയാണ് താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. അപ്പൊ താങ്ങുവേരിന് എക്സാമ്പിൾ പേരാലും അതുപോലെ തന്നെ ആറ്റുകൈത എന്ന് പറയുന്നത് പൊയ്ക്കാൽ വേരിന് എക്സാമ്പിളുമാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല, ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ മണ്ണിന് മുകളിൽ കാണുന്ന വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. പേരാലിൽ കാണുന്നത് താങ്ങുവേരാണ്. ഇവ മുകളിലത്തെ ശിഖരത്തിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ആറ്റുകൈതയിൽ എന്താ ഉണ്ടാവുന്നത്, വേരുകൾ എങ്ങനെയാ, തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വരുന്നത്. ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്നും പറയും. ഓക്കെ, ഇനി കണ്ടൽ ചെടികളെ കുറിച്ച് നമുക്ക് നോക്കാം. കണ്ടൽ ചെടികളെ കുറിച്ച് പറയുമ്പോൾ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളെയാണ് കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ചതുപ്പ് നിലങ്ങളിലാണ് ഉണ്ടാവുന്നത്. ഇവയുടെ വേരിന്റെ അറ്റം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കും. കണ്ടോ, അതിവിടെ ഇമേജിൽ നോക്കും, മുകളിലേക്ക് പൊന്തി നിൽക്കുകയാണ്. അപ്പൊ വാതക വിനിമയത്തെ സഹായിക്കുന്ന ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോസ് എന്ന് പറയും. ന്യൂമാറ്റോപോസ് കണ്ടൽ ചെടികളിലാണ് ശ്വസന വേരുകൾ കാണപ്പെടുന്നത്. അവ എന്തു ചെയ്യും, അവ വാതക വിനിമയത്തിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇതിന്റെ അറ്റം വളഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുകയാണ് ചെയ്യുക. ക്ലിയർ. കണ്ടൽ ചെടിക്കാണ് ശ്വസന വേരുകൾ ഉള്ളത്. ഇനി അടുത്തത് സ്റ്റോറേജ് റൂട്ട്, ഭൂകാണ്ഡങ്ങൾ. സംഭരണ വേരുകളും ഭൂകാണ്ഡങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ആഹാരം സംഭരിച്ചു വെക്കുന്നതിനനുസരിച്ചാണ്, കണ്ടോ, ആഹാരം സംഭരിച്ചു വെക്കുന്നതിനനുസരിച്ച് വേരുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വേരുകളിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ സംഭരണ വേരുകൾ എന്ന് പറയാം. ഉദാഹരണം മരച്ചീനി. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയും. ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണം ഉരുളക്കിഴങ്ങ്, സംഭരണ വേരുകൾക്ക് ഉദാഹരണം മരച്ചീനി. കണ്ടല്ലോ, ഇമേജസ് കണ്ടല്ലോ. മരച്ചീനി എന്ന് പറയുമ്പോൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് എന്ത് ചെയ്യുന്നത്, സംഭരണ വേരുകൾ, അല്ലെങ്കിൽ അതിന് ഉദാഹരണമാണ് മരച്ചീനി. എന്നാൽ ഉരുളക്കിഴങ്ങിന്റെ കേസ് പറയുമ്പോൾ എങ്ങനെയാണ്, അത് സംഭരണ വേരല്ല, അത് രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്. മണ്ണിനടിയിൽ കാണുന്ന കാണ്ഡമാണ് അല്ലെ. മണ്ണിനടിയിൽ കാണുന്ന ഈ കാണ്ഡത്തിനെയാണ് എന്ത് പറയുന്നത്, ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിനെ എന്താണ്, സംഭരണ വേരുകൾ, ഭൂകാണ്ഡങ്ങൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്, ഉള്ളി, മഞ്ഞൾ, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, കൂർക്ക. ഇതൊക്കെ എന്താണ്, ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ നോക്കാം. ഉരുളക്കിഴങ്ങ്, ഉള്ളി, മഞ്ഞൾ, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, കൂർക്ക. ഇതൊക്കെ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി സംഭരണ വേരുകൾക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മരച്ചീനി പറഞ്ഞു, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്. ഇതൊക്കെ എന്താണ്, സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ് സംഭരണ വേരുകൾ. ഓക്കെ, ഭൂകാണ്ഡങ്ങളും സംഭരണ വേരുകളും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ക്ലിയർ ആയല്ലോ?
ക്ലിയർ ആയി. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററിലേക്ക് വരാം. 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പറയുന്നത് ആഗോള താപനത്തെ കുറിച്ചാണ്. അപ്പൊ ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണ് എന്ത്? ആഗോള താപനം. ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള പ്രതിഭാസമാണ് ആഗോള താപനം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോള താപനത്തിന് കാരണം. ഇതിനെ ഒരു പരിധി വരെ തടയാൻ ആർക്ക് കഴിയും? സസ്യങ്ങൾക്ക് കഴിയും. മനസ്സിലായോ? ആഗോള താപനവും സസ്യങ്ങളും തമ്മിലുള്ള ബന്ധം. അതായത് നമ്മൾ സസ്യങ്ങൾ കൂടുതൽ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യും എവിടെ? ഫോട്ടോസിന്തസിന്റെ സമയത്ത്. അങ്ങനെ വരുമ്പം ആഗോള താപനം കുറയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ്, സന്തുലനത്തെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ? സസ്യങ്ങള് എന്ത് ചെയ്യും? സസ്യങ്ങള് ശ്വസന സമയത്ത് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും അല്ലെ? ശ്വസന സമയത്ത് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തുമല്ലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നെ ഫോട്ടോസിന്തസിന്റെ സമയത്ത് ആര് യൂസ് ചെയ്യും? സസ്യങ്ങളെ യൂസ് ചെയ്യും. ഓക്കെ, ആ ഫോട്ടോസിന്തസിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ടാവും. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യും. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യും. ആ ഓക്സിജൻ ജന്തുക്കൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ സസ്യങ്ങൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. അതും പല രൂപത്തിൽ എന്ത് ചെയ്യും? ജന്തുക്കൾ ഉപയോഗിക്കും. ജന്തുക്കൾ ശ്വസനം വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. ആ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും സസ്യങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം നടക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇലയിലെ വർണ്ണങ്ങളെ കുറിച്ചാണ്. ഇലയിലെ വർണ്ണകങ്ങൾ, അതായത് ഇപ്പൊ ഇവിടെ ഒരു കുട്ടി നോക്കുകയാണ്, ഇലയുടെ മുകൾ ഭാഗത്ത് പച്ച നിറം കൂടുതലാണ്. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇലയിലെ വർണ്ണകങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഈ ഒരു ഭാഗത്ത് നോക്കൂ. ഹരിത കണത്തിന്റെ ഘടനയെ കുറിച്ചാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഹരിത കണത്തിന്റെ ഘടന നോക്കാം. ഇവിടെ നമ്മുടെ ലീഫുകളിലെ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ സ്റ്റൊമാറ്റയില് സസ്യകോശം, ഒരു സസ്യകോശം എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു അല്ലേ? കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ഇല എടുത്തിട്ട് അതിലെ ഒരു സസ്യകോശം നമുക്ക് സൂം ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഈ സസ്യകോശത്തിലെ ഹരിത കണത്തെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടോ? സസ്യകോശത്തിലെ ഹരിത കണം എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. അതിനെ ഒന്ന് നമുക്ക് വലുതായി കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഹരിത കണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? അതിന്റെ വലിയൊരു ഇമേജ് ആണ് നമുക്കിവിടെ സൂം ചെയ്ത് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഈ ഇമേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കണ്ടല്ലോ. അപ്പൊ ഇവിടെ ഹരിത കണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, ഹരിത കണത്തിന് എന്തൊക്കെയുണ്ട്? ഹരിത കണത്തിന് ഇരട്ട പാളികളുള്ള സ്ഥലമാണ്. ഹരിത കണം ഒരു ഇരട്ട പാളിയുള്ള സ്ഥലമാണ് ഈ ഹരിത കണത്തിനുള്ളത്. ഓക്കെ, അതിൽ എന്തുണ്ട്? സ്ട്രോമ ഉണ്ട്. എന്താണ് സ്ട്രോമ? ഹരിത കണത്തിലെ ദ്രാവക ഭാഗമാണ്. അപ്പൊ ഇതെങ്ങനെ ഓർത്തിരിക്കും? സ്ട്രോമയെ ദ്രാവക കണം. നമ്മൾ ദ്രാവകങ്ങളല്ലേ ജ്യൂസ് കുടിക്കുന്ന എന്ത് ഉപയോഗിച്ചാ? ഉപയോഗിച്ചിട്ടാണ് അല്ലെ? അപ്പൊ ഹരിത കണത്തിലെ ദ്രാവക ഭാഗത്തിനെ സ്ട്രോമ എന്ന് പറയുന്നു. ഇനി അടുത്തൊന്നാണ് ഗ്രാന. എന്താണ് ഗ്രാന? ഈ സ്തരസഞ്ചികളുടെ അടുക്കാണ്. ഓക്കെ, സ്തരസഞ്ചികൾ ഇവിടെ കോയിൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ താഴോട്ടിരിക്കുകയാണ് അല്ലെ? സ്തരസഞ്ചികളുടെ അടുക്കിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഹരിത കണത്തിന്റെ ഘടനയാണ് പഠിച്ചത്. ഹരിത കണത്തിന് എന്തൊക്കെയുണ്ട്? ഇരട്ട പാളികളുള്ള സ്ഥലമാണുള്ളത്. അതുപോലെ ഹരിത കണത്തിലെ ദ്രാവക ഭാഗത്തെ സ്ട്രോമ എന്നറിയപ്പെടുന്നു. സ്തരസഞ്ചികളുടെ അടുക്കിനെ ഗ്രാന എന്നറിയപ്പെടുന്നു. സ്ട്രോമ ദ്രാവക ഭാഗമാണ്. അത് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇവിടെ ബോക്സിൽ എന്താ തന്നിരിക്കുന്നത് നോക്കാം.
പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെയാണോ ഹരിത കണങ്ങൾ ഉള്ളത് അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. ഹരിത കണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഓർത്തു വെച്ചേക്കണം, ഹരിത കണത്തിലെ ഗ്രാന എന്ന് പറയുമ്പോൾ എന്താണ്? സ്തരസഞ്ചികളുടെ അടുക്കാണ്. ഈ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഹരിതകം എ അല്ലെങ്കിൽ ക്ലോറോഫിൽ എ, പിന്നെ ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാനായിട്ട് കഴിവുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? എന്നാൽ ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ്? ഹരിതകം എക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞു ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളെല്ലാം എവിടെയുണ്ട്? ഗ്രാനയിലുണ്ട്. എന്നാൽ ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയെ സഹായക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നു. ആക്സസറി പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവയൊക്കെ ആക്സസറി പിഗ്മെന്റ്സ് അല്ലെങ്കിൽ സഹായക വർണ്ണങ്ങളാണ്. മനസ്സിലായോ പറഞ്ഞു വന്നത്? ഒന്നുകൂടി നോക്കാം. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെയാണോ ഈ ഹരിത കണങ്ങൾ ഉള്ളത് അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഹരിത കണത്തിലെ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണങ്ങൾ ഗ്രാനയിലാണ് ഉള്ളത്. ഓക്കെ, ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഈ പറയുന്ന വർണ്ണകങ്ങളൊക്കെ ഉള്ളത്. അതിൽ ഹരിതകം എക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റു വർണ്ണകങ്ങളൊക്കെ എന്ത് ചെയ്യും? പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹരിതകം എ ഒഴിച്ചുള്ള ബാക്കി വർണ്ണകങ്ങളെ നമ്മൾ എന്ത് പറയും? സഹായക വർണ്ണകങ്ങൾ, ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയും. മനസ്സിലായല്ലോ? എളുപ്പമായിട്ടുള്ള കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ് ബോക്സ്? കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ എത്തുന്ന മാർഗം എങ്ങനെയാണ്? അന്തരീക്ഷത്തിൽ നിന്ന് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ ആസ്യരന്ധ്രങ്ങൾ വഴി കാർബൺ ഡയോക്സൈഡ് എവിടെ എത്തും? ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് ആസ്യരന്ധ്രങ്ങൾ വഴി എവിടെ എത്തും? ഇലകൾക്കുള്ളിലേക്ക് എത്തും ആണല്ലോ. ഇനി ജലം ഇലകളിലേക്ക് എത്തുന്ന മാർഗം എങ്ങനെയാണ്? ജലം എങ്ങനെയാണ്? മണ്ണിൽ നിന്ന് വേരിലൂടെ എവിടെത്തും? സൈലം വഴിയാണ്. നമ്മൾ പഠിച്ചില്ലേ, സംവഹന കലയായിട്ടുള്ള സൈലം വഴി ഇലകളിലേക്ക് എത്തും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ എത്തുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഇലകളിലെ ആസ്യരന്ധ്രങ്ങളിലൂടെ സ്റ്റൊമാറ്റയിലൂടെ കാർബൺ ഡയോക്സൈഡ് ഇലകൾക്കുള്ളിലേക്ക് എത്തും. ജലം ഇലകളിൽ എത്തുന്ന മാർഗം എങ്ങനെയാണ്? മണ്ണിൽ നിന്ന് വേരിലൂടെ സൈലം വഴി ഇലകളിലേക്ക് എത്തുകയും ചെയ്യും. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ രസതന്ത്രം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നോക്കാം. ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ക്ലോറോപ്ലാസ്റ്റില് ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. അപ്പൊ ഗ്രാന എന്താന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്തായിരുന്നു ഗ്രാന? നമ്മൾ പറഞ്ഞു കോയിൻ പോലെ അടുക്കി വെച്ചിരിക്കുകയാണ് ഗ്രാനയെന്ന്, അല്ലെ? മറന്നു പോകരുത് ഈ കാര്യം. എന്താണ്? സ്ഥലസഞ്ചികളുടെ അടുക്കിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തെ ഹരിത കണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ദ്രാവക ഭാഗം സ്ട്രോമയാണ്. ഇനി ഇവിടെ നോക്കിയേ, ഹരിത കണത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് ഉണ്ട്. നമുക്കറിയാം, ഗ്രാനയും ഉണ്ട്, സ്ട്രോമയും ഉണ്ട്. ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത്? പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് സ്റ്റേജ് നടക്കുന്നത്. പ്രകാശഘട്ടം നടക്കുന്നത് ഇവിടെ ഗ്രാനയിലാണ്. ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് സ്റ്റേജ് നടക്കുന്നത് സ്ട്രോമയിലാണ്. ഓക്കെ, സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത്? പ്രകാശഘട്ടം നടക്കുന്നത്. ഗ്രാന, പ്രകാശഘട്ടം. ഓക്കെ, കണക്ട് ചെയ്യുക. ഗ്രാന, പ്രകാശഘട്ടം. സ്ട്രോമ, ഇരുണ്ട ഘട്ടം. ഓക്കെ, ഇനി പ്രകാശഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. പ്രകാശം ഉപയോഗിക്കുന്നുണ്ട്. ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ജലം വിഘടിച്ചിട്ട്
നമുക്ക് എഴുതാം ജലം. H2O എന്ന് പറയുമ്പോൾ ജലമാണ്. ജലം വിഘടിച്ചിട്ട് എന്തുണ്ടാവും? H2ഉം O2ഉം ഉണ്ടാവും. ഈ O2 എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടുന്നു. ഇവിടെ ഉണ്ടായ ഹൈഡ്രജനോ? ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലോട്ട് പോകും. ഇനി പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശോർജത്തെ രാസോർജമാക്കി ATPയിൽ സംഭരിച്ചു വെക്കുകയാണ് എവിടെ ചെയ്യുന്നത്? പ്രകാശഘട്ടത്തിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡാർക്ക് സ്റ്റേജ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇരുണ്ടതാണ്. അവിടെ പ്രകാശം ആവശ്യമില്ല എന്ന് കണക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ പ്രകാശോർജം രാസോർജമാക്കിയിട്ട് ATPയിൽ സംഭരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഈ ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുമ്പോൾ ATPയിലെ ഊർജം ഉപയോഗിച്ചിട്ട് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇവിടെ നമുക്കൊരു ഹൈഡ്രജൻ ബാക്കി വന്നില്ലേ? ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളി ബാക്കി ഉണ്ടായിരുന്ന ഹൈഡ്രജനെ എങ്ങോട്ട് എത്തിക്കുന്നു? സ്ട്രോമയിലേക്ക് എത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുകൂടാതെ പ്രകാശോർജം രാസോർജമാക്കിയിട്ട് ATPയിൽ സംഭരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ATPയിലെ ഊർജം ഉപയോഗിച്ചിട്ട് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്തിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസ് ആണ് ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യാം. സൂചകങ്ങൾ പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോ പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിലാണ് നടക്കുന്നത്. സ്ട്രോമയിലാണെങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഓക്കെ, പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. ഇനി ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഇവിടെ ജലം വിഘടിച്ച് എന്തൊക്കെയായി മാറും? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. ഈ ഓക്സിജൻ പുറന്തള്ളും, ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഈ ഇരുണ്ട ഘട്ടത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അല്ലെ. പിന്നെ അതുകൂടാതെ പ്രകാശോർജവും രാസോർജവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇരുണ്ട ഘട്ടത്തിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ വന്നെത്തിയിട്ടുള്ള ഹൈഡ്രജനും പിന്നെ ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ട് ഇവിടെ എന്താ ഉണ്ടാവുക? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇനി ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉൽപ്പന്നമായിട്ടുണ്ടായത്? ഓക്സിജൻ ആണ്. ഓക്സിജൻ പുറന്തള്ളി ഉണ്ടായ ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ട് ഇവിടെ എന്താ ഫോം ചെയ്തത്? ഗ്ലൂക്കോസ് ഫോം ചെയ്തു. പ്രകാശത്തിന്റെ ആവശ്യകത, പ്രകാശഘട്ടത്തിൽ പ്രകാശം വേണം, പക്ഷേ ഇരുണ്ട ഘട്ടത്തിൽ എന്ത് വേണ്ട? പ്രകാശം വേണ്ട, അറിയാലോ. ഇനി ATP എന്താ ചെയ്യുന്നത്? പ്രകാശഘട്ടത്തിൽ ഫോം ചെയ്യുന്ന ATP ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് വിനിയോഗിക്കുകയാണ്. ATPയിലെ ഊർജം വിനിയോഗിച്ചുകൊണ്ടാണ് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ PSCയുടെ ഒരു PYQ ആണ് വരുന്നത്. പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. നോക്കിക്കോളൂ. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാൽ കാൽവിൻ ചക്രം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, കാൽവിൻ ചക്രം എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഇരുണ്ട ഘട്ടത്തെ കാൽവിൻ ചക്രം എന്ന് അറിയപ്പെടാനുള്ള കാരണം? ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ഇരുണ്ട ഘട്ടത്തെ എന്ത് പറയും? കാൽവിൻ സൈക്കിൾ എന്ന് പറയും. ഇരുണ്ട ഘട്ടത്തെ കാൽവിൻ സൈക്കിൾ എന്ന് കൂടി പറയും. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1961 നൊബേൽ സമ്മാനം ലഭിച്ചു. 1961 നൊബേൽ സമ്മാനം ലഭിച്ചത് മെൽവിൻ കാൽവിന്. എന്തിനു വേണ്ടിയിട്ട്? ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിന്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഊർജ നാണയങ്ങൾ എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നോക്കിയിട്ട് വരാം. ഊർജ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP. ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ATP തന്മാത്ര വിഘടിച്ച് ADPയും ഫോസ്ഫേറ്റുമായി മാറുന്നു. അപ്പൊ ADP എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഓക്കെ, ട്രൈഫോസ്ഫേറ്റ് വിഘടിച്ച് ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ATP തന്മാത്ര വിഘടിച്ച് ADPയും അതുപോലെ ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു. ADPയും ഫോസ്ഫേറ്റുമായിട്ട് മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ADP ഊർജം സംഭരിച്ച് വീണ്ടും ATP ആയിട്ട് മാറും. ADP ഊർജം സംഭരിച്ച് വീണ്ടും ഡൈഫോസ്ഫേറ്റ് വീണ്ടും ഊർജം സംഭരിച്ച് ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ ഊർജ വിനിമയം നടക്കുന്നത് കൊണ്ട് തന്നെ ATPയെ കോശത്തിന്റെ ഊർജ നാണയം എന്ന് അറിയപ്പെടുന്നു. ATP ആണ് കോശത്തിന്റെ ഊർജ നാണയം. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്?
ജീവകോശങ്ങളിലെല്ലാം മെറ്റബോളിക് ആക്ടിവിറ്റീസ് തുടർച്ചയായിട്ട് നടക്കണമെങ്കിൽ അവിടെ ഊർജ്ജം വേണം. ഈ ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് വിഘടിച്ചിട്ട് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അപ്പൊ അവിടെ ഒരു ഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോൾ അവിടെ എന്തെങ്കിലും കുറച്ച് ഊർജ്ജം സ്വതന്ത്രമാവും. ആ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ ADP പിന്നീട് എന്ത് ചെയ്യും? ഈ ADP ആയി മാറിയ സാധനം ADP ഊർജ്ജം സംഭരിച്ചിട്ട് വീണ്ടും ATP ആയിട്ട് മാറും. മനസ്സിലായോ? അങ്ങനെ ഊർജ്ജ വിനിമയം നടത്തുന്നത് കൊണ്ടാണ് ATPയെ കോശത്തിന്റെ ഊർജ്ജ നാണയം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഈ ഭാഗം. ഇനി അടുത്തൊരു ഏരിയയിലോട്ട് വരാം. പ്രകാശ പ്രക്രിയയിലെ രാസപ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം ഒന്ന് പൂർത്തിയാക്കാം. ഓക്കെ, എങ്ങനെയാണ്? നമ്മൾ പഠിച്ചു ജലം, ഒന്ന് സൂം ചെയ്യാമേ. ഓക്കെ, എന്താണ്? ജലവും കാർബൺ ഡയോക്സൈഡും സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും എല്ലാം സാന്നിധ്യത്തില് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഗ്ലൂക്കോസും പിന്നെ എന്തും ഉണ്ടാവും? ഓക്സിജനും ഉണ്ടായിരിക്കും, അല്ലെ? ഇതാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ജലവും കാർബൺ ഡയോക്സൈഡും സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 12H2O, 12 ഇതാണ് ശരിക്കും അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. 12H2O plus 6CO2. 12H2O plus 6CO2 in the presence of sunlight and chlorophyll എന്തായിട്ട് മാറും? C6H12O6. C6H12O6 അതാണ് ഗ്ലൂക്കോസ് പ്ലസ് 6 ഓക്സിജനുമാണ് ഫോം ചെയ്യുന്നത്. 12H2O plus 6 carbon dioxide in the presence of sunlight and chlorophyll gives glucose and 6 oxygen. ഓക്കെ, ഇതാണ് നമുക്ക് ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി മറ്റു ഭാഗത്തോട്ട് വരുമ്പോൾ സങ്കീർണമായിട്ടുള്ള ഈ പ്രക്രിയയുടെ ചുരുളഴിഞ്ഞത് നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ നീണ്ട കാലത്തെ അന്വേഷണത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ്. പ്രകാശ സംശ്ലേഷണം ഇന്നും സജീവമായ ഗവേഷണ മേഖലയാണ്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം, നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക്. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നാണേ? നോക്കിയേ, കുട്ടി ചോദിക്കുകയാണേ, എല്ലാ സസ്യങ്ങളും ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് സസ്യാഹാരത്തിൽ നിന്ന് അന്നജവും പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ ലഭിക്കുന്നത്? നമ്മൾ പറഞ്ഞ എന്താണ്? ഫോട്ടോസിന്തസിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഫോം ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കുട്ടിയുടെ സംശയം ഇതാണ്, എല്ലാ സസ്യങ്ങളും ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നതെങ്കിൽ സസ്യാഹാരത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അന്നജവും പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ ലഭിക്കുന്നത്? നോക്കാം. നോക്കിക്കോളൂ. ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിക്കാനാവില്ല. ജലത്തിൽ വളരെ വേഗം ലയിക്കും. ഗ്ലൂക്കോസ് ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നത് കൊണ്ട് സസ്യശരീരത്തിൽ സംഭരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ ആലേയം എന്ന് വെച്ചാൽ ലയിക്കാത്ത ആലേയമായിട്ടുള്ള അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ സ്രോതസ്സായിട്ടും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുന്നു. അന്നജം പിന്നീട് സൂക്രോസ് ആയി മാറി ഫ്ലോയം കുഴലിലൂടെ മറ്റ് സസ്യഭാഗങ്ങളിലെത്തി വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. മനസ്സിലായോ? എന്താണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്? സസ്യശരീരത്തിൽ അങ്ങനെ സംഭരിക്കില്ല. കാരണം എന്താണ്? അത് ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ ആലേയമായിട്ടുള്ള ലയിക്കാത്ത അന്നജ രൂപത്തിലേക്ക്, പെട്ടെന്ന് ലയിക്കാത്ത അന്നജ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇലകളിൽ സംഭരിക്കും. അപ്പൊ ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായിട്ടും അതുപോലെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുകയും പിന്നീട് ഈ അന്നജം സൂക്രോസ് ആക്കി മാറ്റിയിട്ട് ഫ്ലോയം കുഴലിലൂടെ, നമ്മൾ പറഞ്ഞു അല്ലേ, ഇലകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് സസ്യം അതിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം എന്ന സംവഹന കല വഴിയാണ്. അപ്പൊ ഈ ഫ്ലോയം കുഴലിലൂടെ മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തുകയും അവിടെ പല രൂപങ്ങളിൽ അത് സംഭരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ അതിന്റെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഈ ഗ്ലൂക്കോസ് എന്താണ്? ജലത്തിൽ വളരെ വേഗം ലയിച്ചു പോകും. അപ്പൊ അന്നജത്തിന്റെ രൂപത്തിൽ അത് സേവ് ചെയ്യുന്നു. പിന്നീട് അത് എന്ത് ചെയ്യും? സൂക്രോസിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? വിവിധ സസ്യഭാഗങ്ങളിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, കരിമ്പിന്റെ കേസ് ആണെങ്കിൽ കണ്ടോ, ഇവിടെ സൂക്രോസിന്റെ രൂപത്തിൽ തന്നെയാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. പ്ലാന്റ്സ് ശേഖരിക്കുന്നത് സൂക്രോസിന്റെ രൂപത്തിൽ തന്നെയാണ് കരിമ്പിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അന്നജം, പ്രോട്ടീൻ, കൊഴുപ്പ്, ഫ്രാക്ടോസ് എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ ഗ്ലൂക്കോസ് അന്നജത്തിന്റെ രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്യുക. മനസ്സിലായോ? പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീന്റെ രൂപത്തിലും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പിന്റെ രൂപത്തിലും പയറുവർഗ്ഗങ്ങളിലാണെങ്കിൽ
ഫ്രൂട്ട്സിലാണെങ്കിൽ ഫ്രക്ടോസിന്റെ രൂപത്തിലും ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കരിമ്പിൽ എന്താണ്? കരിമ്പിൽ സൂക്രോസിന്റെ രൂപത്തിൽ, അതായത് കരിമ്പിൻ പഞ്ചസാര എന്നറിയപ്പെടുന്ന എന്താണ്? ഈ ഒരു സൂക്രോസ് തന്നെയാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ രാസ സംശ്ലേഷണം എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല. നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സൂര്യപ്രകാശം വളരെയധികം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നില്ല. കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഇതിന് ഉദാഹരണമാണ്. ഇവരെങ്ങനെയാ ചെയ്യുന്നത്? രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? രാസസംശ്ലേഷണം അല്ലെങ്കിൽ കീമോസിന്തസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയയാണ് രാസസംശ്ലേഷണം നടത്തുന്നവർ. രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ടാണ് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം എന്ന് അറിയപ്പെടുന്നത്, കീമോസിന്തസിസ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ സാമ്പത്തിക പ്രാധാന്യമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊന്നും നമുക്ക് അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി കരയെ പോലെ കടലും എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്താ പഠിക്കാനുള്ളത് നോക്കാം. ഇവിടെ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയെക്കുറിച്ച് തന്നിട്ടുണ്ട്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എന്താണ്? ജീവികളുടെ നിലനിൽപ്പിന് ഓക്സിജൻ അനിവാര്യമാണ്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 to 80 വരെ ശതമാനം ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആൽഗകൾ, എന്താണ് സസ്യപ്ലവകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ തന്നാൽ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഓർക്കുക, ജീവികളുടെ നിലനിൽപ്പിന് ഓക്സിജൻ ആവശ്യമാണ്. അതുപോലെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി ഇവിടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കണം. അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 to 80% ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആൽഗകളും സസ്യപ്ലവകങ്ങളും അവയൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നോക്കാം കേട്ടോ. വൈവിധ്യമാർന്നതാണ് ആൽഗകളുടെ ലോകം. അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിന്റെ തോത് അനുസരിച്ച് പച്ച, ചുവപ്പ്, തവിട്ട് നിറത്തിലുള്ള ആൽഗകളുണ്ട്. വലിപ്പത്തിലുമുണ്ട് വൈവിധ്യം. സൂക്ഷ്മമായവ മുതൽ അനേകം മീറ്റർ നീളമുള്ളവ വരെ ഉണ്ട്. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം. സർഗാസം എന്ന് പറയുന്നത് എന്താണ്? തവിട്ട് നിറമുള്ള ഒരു ആൽഗയാണ്, വലിയ ഇനത്തിൽപ്പെട്ടതാണ്. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. മനസ്സിലാക്കി വെക്കുക. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ എന്നിവയൊക്കെ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണേ. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ഒരു ആൽഗയാണ് സർഗാസം. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ എന്നിവയെല്ലാം സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്തത് സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞൊരു ഹെഡുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വരാം. ഇവിടെ ജീവലോകത്തിൻ്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ ചെയ്യുന്ന സേവനം നിസ്തുലമാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് സസ്യങ്ങൾ. ഓക്കെ, വായു ശുദ്ധീകരണം മാത്രമല്ല കേട്ടോ, സൗണ്ട് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനും എന്ത് ചെയ്താൽ മതി? സസ്യങ്ങൾ പ്ലാന്റ് ചെയ്താൽ മതി. നമ്മൾ ഫിസിക്സിൽ പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാനും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സേവനമാണ് സസ്യങ്ങൾ ജീവലോകത്തിന് ചെയ്യുന്നത്. പ്രകൃതി ദുരന്ത ലഘൂകരണത്തിലും സസ്യങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കണ്ടൽ വനങ്ങളെക്കുറിച്ച് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് വരാം. സുനാമിയെ ഒരു പരിധി വരെ തടയുന്നത് കണ്ടൽ വനങ്ങളാണ്. മുളങ്കാടുകൾ, ആറ്റുതർഭ, രാമച്ചം, ഇഞ്ചിപ്പുല്ല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു. മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും മരങ്ങളും കുറ്റിക്കാടുകളും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയുന്നു. കണ്ടൽ കാടുകൾ പറഞ്ഞപ്പോഴാണ് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം, ആരാണത് എഴുതിയത്?
ആരാണ്? കല്ലേൽ പൊക്കുടനാണ്. കല്ലേൽ പൊക്കുടൻ. കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം നേടിയ വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. ഓക്കെ, അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ കണ്ടോ, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ ആരാണ്? ഹരിത സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങളാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് 2 പോയിന്റ്സും കൂടി പറയാം. പ്രകാശ സംശ്ലേഷണം ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് 2 അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ് കൂടി പറയാം കേട്ടോ. അത് അവിടെ താഴെ തന്നിരിക്കുന്നതിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏതാണ്? നമ്മൾ പഠിച്ചു, ഹരിതകം എ ആണ്. ഹരിതകം എ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വന്ന 2 പോയിന്റ് ഇതാണ്. പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയത് ആര്? പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയ വ്യക്തി ആരാണ്? എന്ന് എഴുതാട്ടോ. പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയത്, അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാണ്, ജാൻ ഇൻഗൻഹൂസ് എന്നാണ്. ജാൻ ഇൻഗൻഹൂസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഈ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണ് എന്ന് തെളിയിച്ചത് വാൻ നീൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. വാൻ നീൽ. പ്രകാശ സംശ്ലേഷണം കണ്ടെത്തിയത് ജാൻ ഇൻഗൻഹൂസും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? വാൻ നീൽ. ഓക്കെ, ഒന്നുകൂടി ആ പോയിന്റ് പറയാം. വാൻ നീലാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ് വാൻ നീൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ, സസ്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് നമുക്ക് അറിയാത്തതായ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ പ്രകാശ സംശ്ലേഷണം, ആ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് സേവ് ചെയ്ത് വയ്ക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ATP ആണ് ഊർജ്ജ നാണയം എന്ന് പറയുന്നത്. ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും പഠിച്ചു. ഇരുണ്ട ഘട്ടം കണ്ടെത്തിയ വ്യക്തി, ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് മെൽവിൻ കാൽവിൻ. അദ്ദേഹത്തിന് 1961 നൊബേൽ സമ്മാനം ലഭിച്ചു. ഗ്രാന എന്താണ്, സ്ട്രോമ എന്താണെന്ന് പഠിച്ചു. ഗ്രാനയിലാണ് പ്രകാശഘട്ടം നടക്കുന്നത്. പ്രകാശഘട്ടത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഓക്സിജൻ ഫോം ചെയ്യുന്നത്. അവിടെ ജലം വിഘടിച്ചിട്ടാണ് അവിടെ ഓക്സിജൻ ഫോം ചെയ്തത്. അവിടെ ഉണ്ടായ ഹൈഡ്രജൻ എന്താണ് ചെയ്തത്? ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോയി. എന്നിട്ട് ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്ന് ഗ്ലൂക്കോസ് ഫോം ചെയ്തു. അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇമേജ് ഓർക്കുന്നുണ്ടല്ലോ. ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. പിന്നെ സ്ഥരസഞ്ചികളുടെ അടുക്കാണ് ഗ്രാന. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. കൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി വന്നിട്ടുണ്ടല്ലോ, അതും കൂടി ചെയ്ത് വെച്ചേക്കുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ചാനലിൽ ഡെയിലി പ്ലാനോട് കൂടിയിട്ടുള്ള റിവിഷൻസ് പോകുന്നുണ്ട്. വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കുക. താങ്ക്